കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പ്രാതിനിധ്യം ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ലീഗാണ്. അപ്പോൾ ലീഗ് മുഖ്യ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന 67 ശേഷമാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മുഖ്യ രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുന്നത്. അതുവരെ ലീഗിൻ്റെ മേൽ മുസ്ലിം സമുദായത്തിൽ മുഴുവൻ നിയന്ത്രണം ഉണ്ടെന്ന് കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വിചാരിച്ചിട്ടില്ല. 67 അവർ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ടത് ലീഗാണ് എന്ന് ഒരു ധാരണ പൊതുവെ വന്നു. അപ്പോൾ ലീഗിന് മുസ്ലിം സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ലീഗിനങ്ങ് അതാത് രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിക്കൊടുക്കും. അവർ ആണുങ്ങളെ മാത്രം പാർട്ടിയായി വളർന്നു വന്നു. സമസ്തക്ക് വലിയ നിയന്ത്രണം വന്നു. അപ്പോൾ ആണുങ്ങൾ മാത്രമുള്ള ഒരു മെൻസ് ക്ലബ്ബ് എന്ന് പറയാവുന്ന പുരുഷന്മാർ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക്, അതായത് ആയിഷ ബായിയുടെയും നഫീസത്ത് ബീവിയുടെയും പിന്തുടർന്ന് വന്ന രാഷ്ട്രീയം 67 കൂടി സ്റ്റോപ്പാകുകയാണ്. പിന്നെ മുസ്ലിം സ്ത്രീകൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലേക്കില്ല. അവർ MLA ആകുന്നില്ല, മന്ത്രി ആകുന്നില്ല. സത്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ആൾ പിന്നെ സ്പീക്കറോ പിന്നെ മന്ത്രിയോ വേണമെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആവാം. ആസാമിൽ മുസ്ലിം സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അത് നിലക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകി. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ അവർ ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, കോളേജ് പ്രിൻസിപ്പൽസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അധികാര സ്ഥാനത്തേക്ക് സമൂഹത്തിൽ നിയന്ത്രണം വരേണ്ട ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ മുസ്ലിം സ്ത്രീകൾ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്.